നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു കാര്യം എത്ര ശ്രമിച്ചിട്ടും എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും നടക്കാതെ പോയിട്ടുണ്ടോ? പകൽ മുഴുവൻ പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിച്ചിട്ടും പുതിയ ശീലങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ നിങ്ങൾ തിരികെ പോകുന്നതായി നിങ്ങൾക്ക് തോന്നാറുണ്ടോ? പരാജയപ്പെടുമെന്ന ഭയം, അകാരണമായ ഉത്കണ്ഠ, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇതിന് സാധിക്കില്ല എന്ന തോന്നൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനുള്ള ഉത്തരം കിടക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാടുകളിലോ നിങ്ങളുടെ കഴിവുകേടിലോ അല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അഥവാ സബ് കോൺഷ്യസ് മൈൻഡിൽ. നമ്മൾ ദിവസവും എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ സ്വഭാവം, നമ്മുടെ പ്രതികരണങ്ങൾ എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ ബോധമനസ്സ് അഥവാ കോൺഷ്യസ് മൈൻഡാണെന്നാണ് നാം കരുതുന്നത്. എന്നാൽ സത്യമതല്ല. മനഃശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ 90% നിയന്ത്രിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. കടലിൽ ഒഴുകി നടക്കുന്ന ഒരു മഞ്ഞുമലയെക്കുറിച്ച് ചിന്തിക്കുക. വെള്ളത്തിനു മുകളിൽ കാണുന്ന ആ ചെറിയ ഭാഗം മാത്രമാണ് നിങ്ങളുടെ ബോധമനസ്സ്. എന്നാൽ വെള്ളത്തിനടിയിൽ മറഞ്ഞുകിടക്കുന്ന ആ മഞ്ഞുമലയുടെ ഏറ്റവും വലിയ ഭാഗമാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ്. നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ ഇന്നുവരെ നിങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ എല്ലാ കാര്യങ്ങളും ഈ ഉപബോധ മനസ്സിൽ ഒരു റെക്കോർഡ് പോലെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഭയങ്ങൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ പരിമിതികൾ എല്ലാം അവിടെയാണ് വേരുറപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ എത്രയൊക്കെ ബോധപൂർവം മാറാൻ ശ്രമിച്ചാലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ ഒരു പരാജയമാണെന്നോ നിങ്ങൾക്കതിനുള്ള കഴിവില്ലെന്നോ ഉള്ള പ്രോഗ്രാമിംഗ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടും. കാരണം ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ എപ്പോഴും വിജയിക്കുക ഉപബോധ മനസ്സ് തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ ഈ ഉപബോധ മനസ്സിനെ മാറ്റിയെടുക്കാം? നമ്മുടെ ജീവിതത്തിൽ വിജയം, സന്തോഷം, ആരോഗ്യം, സമ്പത്ത് എന്നിവ കൊണ്ടുവരാൻ തക്കവിധത്തിൽ എങ്ങനെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാം? ഇതിനുള്ള ഏറ്റവും മികച്ച സമയം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുൻപുള്ള സമയമാണ്. തുടർന്നുള്ള ഭാഗങ്ങളിൽ ഉറങ്ങുന്നതിനു മുൻപ് എങ്ങനെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാമെന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നതാണ്. അതിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്ക് ഈ വിഷയം കൂടുതൽ മനസ്സിലാക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപുള്ള സമയം എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ തലച്ചോറിന് വ്യത്യസ്ത ഫ്രീക്വൻസികളിൽ പ്രവർത്തിക്കാൻ കഴിയും. നമ്മൾ പൂർണ്ണമായും ഉണർന്നിരിക്കുകയും ജോലികൾ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് ബീറ്റാ സ്റ്റേറ്റിലായിരിക്കും. ഈ സമയത്ത് നമ്മുടെ യുക്തിചിന്ത വളരെ കൂടുതലായിരിക്കും. എന്നാൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ ശരീരം വിശ്രമിക്കാൻ തുടങ്ങുകയും തലച്ചോറിന്റെ പ്രവർത്തനത്തിന്റെ വേഗത കുറയുകയും ചെയ്യുന്നു. ഇത് ആൽഫ സ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന് തൊട്ടുമുൻപുള്ള ഒരു അവസ്ഥയുണ്ട്. അതായത് നമ്മൾ പൂർണ്ണമായും ഉണർന്നിട്ടുമില്ല, എന്നാൽ പൂർണ്ണമായും ഉറങ്ങിയിട്ടുമില്ലാത്ത ഒരു മയക്കത്തിന്റെ അവസ്ഥ. ഇതിനെ തീറ്റ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. ഈ തീറ്റ സ്റ്റേറ്റാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്കുള്ള വാതില്. ഈ സമയത്ത് നിങ്ങളുടെ ബോധമനസ്സിന്റെ യുക്തിചിന്തകളും പ്രതിരോധങ്ങളും തീർത്തും ഇല്ലാതാകുന്നു. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു സ്പോഞ്ച് പോലെ തുറന്നിരിക്കുന്ന സമയമാണിത്. ഈ സമയത്ത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ, എന്ത് അനുഭവിക്കുന്നുവോ അത് നേരിട്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ആഴത്തിൽ പതിപ്പിച്ചു വയ്ക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഉറങ്ങുന്നതിന് തൊട്ടുമുൻപുള്ള 10-15 മിനിറ്റുകൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള സമയമാണെന്ന് പറയുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഈ വിലപ്പെട്ട സമയം ഉപയോഗിക്കുന്നത് നമ്മുടെ ജീവിതം നശിപ്പിക്കാനാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഉറങ്ങാൻ കിടക്കുമ്പോൾ സാധാരണയായി നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? അന്ന് നടന്ന മോശമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിഷമം, നാളെ അടയ്ക്കേണ്ട ബില്ലുകളെക്കുറിച്ചുള്ള ടെൻഷൻ, ഓഫീസിലെ പ്രശ്നങ്ങൾ, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ കുറ്റപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന നെഗറ്റീവ് വാർത്തകൾ. ഇവയൊക്കെയായിരിക്കും മിക്കവരുടെയും മനസ്സിൽ. നിങ്ങൾ ഈ നെഗറ്റീവ് ചിന്തകളോടെയാണ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ നൽകുന്ന സന്ദേശം ഇതാണ്: എന്റെ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്, എനിക്ക് ടെൻഷനാണ്, ഞാൻ പരാജയമാണ്. 8 മണിക്കൂർ നീളുന്ന നിങ്ങളുടെ ഉറക്കത്തിൽ മുഴുവൻ ഈ നെഗറ്റീവ് പ്രോഗ്രാമിംഗ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ ഉണരുന്നത് തന്നെ ഒരുതരം ക്ഷീണത്തോടെയും ഉന്മേഷക്കുറവോടെയുമായിരിക്കും. വീണ്ടും അതേ നെഗറ്റീവ് ജീവിതത്തിലേക്ക് നിങ്ങൾ വലിച്ചിഴക്കപ്പെടുന്നു. ഇതൊന്ന് മാറ്റി ചിന്തിച്ചു നോക്കൂ. ആ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രവും ചിന്തകളും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നൽകിയാലോ? അത്ഭുതകരമായ മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഇതിനായി വളരെ ലളിതവും എന്നാൽ അതീവ ശക്തിയുള്ളതുമായ ചില കാര്യങ്ങൾ നിങ്ങൾ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ചെയ്യേണ്ടതുണ്ട്. അതിലെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡിറ്റോക്സ് ആണ്. ഉറങ്ങാൻ കിടക്കുന്നതിന് അരമണിക്കൂർ മുൻപെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോൺ, ടിവി, ലാപ്ടോപ്പ് എന്നിവയിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കണം. സോഷ്യൽ മീഡിയയിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള വികാരങ്ങളാണ് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോകുന്നത്.
മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് നിങ്ങൾക്ക് നിരാശ തോന്നാം, വാർത്തകൾ കണ്ട് ഭയം തോന്നാം. ഈ വികാരങ്ങളെല്ലാം നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ അനാവശ്യമായി സ്വാധീനിക്കുന്നു. ഫോണിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് നിങ്ങളുടെ ഉറക്കത്തെ സഹായിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനം കുറയ്ക്കുകയും ചെയ്യുന്നു. അതിനാൽ മനസ്സിനെ ശാന്തമാക്കാൻ ആദ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സ്ക്രീനുകളെല്ലാം മാറ്റിവെക്കുക എന്നത് നിർബന്ധമുള്ള കാര്യമാണ്. രണ്ടാമത്തെ പടി നിങ്ങളുടെ ആ ദിവസത്തെ സന്തോഷത്തോടെ അവസാനിപ്പിക്കുക എന്നതാണ്. ഇതിനായി ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി പ്രകടിപ്പിക്കുക എന്ന രീതി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഉറങ്ങാൻ കിടന്നുകൊണ്ട് കണ്ണുകൾ അടച്ച് ആ ദിവസം നിങ്ങൾക്ക് ലഭിച്ച 3 നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അത് വളരെ ചെറിയ കാര്യങ്ങളായിരിക്കാം. നല്ലൊരു ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞത്, ഒരു സുഹൃത്തുമായി സംസാരിച്ചത്, അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു മുറിയിൽ കിടന്നുറങ്ങാൻ സാധിക്കുന്നത്. എന്തുതന്നെയായാലും അതിനോട് ആത്മാർത്ഥമായി നന്ദി പറയുക. നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വളരെ പോസിറ്റീവായ ഒരു എനർജി ഉണ്ടാകുന്നു. നിങ്ങളുടെ ഫോക്കസ് ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്നും ഉള്ള കാര്യങ്ങളിലേക്ക് മാറുന്നു. ഇത് സബ്കോൺഷ്യസ് മൈൻഡിന് നൽകുന്ന സന്ദേശം നിങ്ങൾ സന്തോഷവാനും സംതൃപ്തനുമാണ് എന്നാണ്. മൂന്നാമത്തെ പടി വിഷ്വലൈസേഷൻ അഥവാ ഭാവനയിൽ കാണുക എന്നതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നിങ്ങളുടെ ശരീരം പൂർണ്ണമായും റിലാക്സ് ചെയ്തു എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ എന്താണോ വേണ്ടത് അതിപ്പോൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞു എന്ന് സങ്കൽപ്പിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു പുതിയ ജോലി വേണമെന്നാണ് ആഗ്രഹമെങ്കിൽ ആ ജോലി കിട്ടിയെന്ന രീതിയിലുള്ള ഒരു ചെറിയ രംഗം മനസ്സിൽ കാണുക. നിങ്ങൾ ആ പുതിയ ഓഫീസിലിരിക്കുന്നു, ആദ്യത്തെ ശമ്പളം ലഭിക്കുന്നു, നിങ്ങളുടെ കുടുംബം സന്തോഷിക്കുന്നു. ഈ രംഗങ്ങൾ ഒരു സിനിമ കാണുന്നത് പോലെ പുറത്തുനിന്നല്ല കാണേണ്ടത്, മറിച്ച് നിങ്ങൾ ആ രംഗത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് അനുഭവിക്കുകയാണ് വേണ്ടത്. സബ്കോൺഷ്യസ് മൈൻഡിന് നിങ്ങൾ ഭാവനയിൽ കാണുന്നതും യാഥാർത്ഥ്യത്തിൽ നടക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ എന്താണോ വിശ്വസിച്ച് കാണുന്നത് അത് യാഥാർത്ഥ്യമാണെന്ന് അത് കരുതും. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വികാരങ്ങൾ അഥവാ ഫീലിംഗ്സ് ആണ്. വെറുതെ മനസ്സിൽ കുറച്ച് ചിത്രങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ ആഗ്രഹം സഫലമാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണോ എന്ത് ആശ്വാസമാണോ തോന്നുക, ആ വികാരം ഇപ്പോൾ ഈ കിടക്കുന്ന നിമിഷത്തിൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം. ചിന്തകൾ എന്നത് ഇലക്ട്രിക്കൽ സിഗ്നലുകളും വികാരങ്ങൾ എന്നത് മാഗ്നറ്റിക് സിഗ്നലുകളുമാണെന്നാണ് പറയപ്പെടുന്നത്. ഇവ രണ്ടും ചേരുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുക. അതിനാൽ ആ വിജയം, ആ ആരോഗ്യം, ആ സമ്പത്ത് എന്നിവ അനുഭവിക്കുമ്പോഴുള്ള വികാരം നിങ്ങളുടെ ശരീരത്തിൽ അലയടിക്കാൻ അനുവദിക്കുക. നാലാമത്തെ പടി അഫർമേഷൻസ് അഥവാ പോസിറ്റീവായ വാചകങ്ങൾ സ്വയം പറയുക എന്നതാണ്. വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ മാത്രം കഴിയുന്ന ശബ്ദത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ പോസിറ്റീവായ കാര്യങ്ങൾ ആവർത്തിച്ചു പറയുക. എപ്പോഴും ഈ വാചകങ്ങൾ പ്രസന്റ് ടെൻസിൽ അഥവാ വർത്തമാനകാലത്തിലായിരിക്കണം പറയേണ്ടത്. എനിക്ക് പണക്കാരനാകണം, എനിക്ക് ആരോഗ്യം വേണം എന്നല്ല പറയേണ്ടത്. മറിച്ച് ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, എന്റെ ജീവിതത്തിലേക്ക് സമ്പത്ത് വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ വളരെ സമാധാനവാനാണ് എന്നിങ്ങനെ വേണം പറയാൻ. ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ആ തീറ്റ സ്റ്റേറ്റിൽ നിങ്ങൾ ഈ വാചകങ്ങൾ ആവർത്തിക്കുമ്പോൾ യാതൊരു തടസ്സവുമില്ലാതെ അത് നിങ്ങളുടെ ഉപബോധമനസ്സിലേക്ക് പ്രവേശിക്കുന്നു. പഴയ നെഗറ്റീവ് വിശ്വാസങ്ങളെ മായ്ച്ചുകളഞ്ഞ് അവിടെ പുതിയ പോസിറ്റീവ് വിശ്വാസങ്ങൾ വേരുറപ്പിക്കുന്നു. അഞ്ചാമത്തെയും അവസാനത്തെയും പടി ലെറ്റിംഗ് ഗോ അഥവാ എല്ലാം വിട്ടുകൊടുക്കുക എന്നതാണ്. വിഷ്വലൈസേഷനും അഫർമേഷനും ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് വളരെ സമാധാനത്തോടെ ഉറക്കത്തിലേക്ക് മാറുക. ഇത് എങ്ങനെ നടക്കും, എപ്പോൾ നടക്കും എന്നൊക്കെയുള്ള ചിന്തകൾ ഒഴിവാക്കുക. നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിന് അതെങ്ങനെ യാഥാർത്ഥ്യമാക്കണം എന്ന് കൃത്യമായി അറിയാം. അതിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് പോകുക. ഈ പ്രക്രിയ ഒരു ദിവസം മാത്രം ചെയ്തതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മുഴുവനായി മാറും എന്ന് പ്രതീക്ഷിക്കരുത്. വർഷങ്ങളായി നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന നെഗറ്റീവ് പ്രോഗ്രാമിംഗ് മാറ്റിയെടുക്കാൻ അല്പം സമയം ആവശ്യമാണ്. നിങ്ങൾ ദിവസവും മുടങ്ങാതെ തുടർച്ചയായി കുറഞ്ഞത് 21 ദിവസമെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയിലും പ്രവൃത്തിയിലും വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായൊരു ഊർജ്ജവും ഉന്മേഷവും തോന്നും. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കെത്താനുള്ള പുതിയ ആശയങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. ശരിയായ ആളുകളെയും ശരിയായ സാഹചര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ നിങ്ങൾക്ക് കഴിയും. കാരണം നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഇപ്പോൾ നിങ്ങളുടെ ശത്രുവല്ല, നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തായി നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നുന്നുവെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ചിന്തകളുടെ പ്രതിഫലനമാണ്. പകൽ സമയത്തെ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പലപ്പോഴും നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് വരാം. എന്നാൽ ദിവസത്തിന്റെ അവസാനം നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന ആ 10 മിനിറ്റ് നിങ്ങളുടെ കൈകളിലാണ്. ആ നിമിഷങ്ങളെ വെറുതെ നഷ്ടപ്പെടുത്തരുത്. അത് നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്താനുള്ള ഏറ്റവും വിലപ്പെട്ട സമയമാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ജീവിതം സൃഷ്ടിക്കാൻ പാകത്തിൽ പ്രോഗ്രാം ചെയ്യുക. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇനി ഒരിക്കലും നിങ്ങളുടെ പരാജയങ്ങളെക്കുറിച്ചോ സങ്കടങ്ങളെക്കുറിച്ചോ ചിന്തിക്കരുത്. മറിച്ച് നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെ മനസ്സിൽ കാണുക.
ആ വ്യക്തിയുടെ സന്തോഷം അനുഭവിക്കുക. ആ വിജയത്തോടെ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുക. നിങ്ങളെ കാത്തിരിക്കുന്നത് അത്ഭുതകരമായ ഒരു മാറ്റമാണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇപ്പോൾ തയ്യാറാണ്. നാളെയുടെ വിജയം ഇന്നത്തെ നിങ്ങളുടെ ഉറക്കത്തിനു മുൻപുള്ള ചിന്തകളിൽ തുടങ്ങുന്നു. ഇനി മാറ്റത്തിന്റെ സമയമാണ്.